The entire electrodynamics is summarized in four Maxwell's equations, that two equations for electric field and two equations for magnetic field. ടെക്സ്റ്റിൽ കാണാവുന്നതുപോലെ തന്നെ ഡെൽ ക്രോസ് ഇ, ഡെൽ ഡോട്ട് ടി, ഡെൽ ക്രോസ് ബി, ഡെൽ ഡോട്ട് ബി, ഈ നാല് ഇക്വേഷനിൽ ഈ ബുക്കിലെ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് അതിലെല്ലാ കാര്യങ്ങളും ഈ മാക്സ്വെൽസ് ഇക്വേഷനിൽ തന്നെയുണ്ട്. അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ റിഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ വേണ്ടൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഈ ഡൈവർജൻസും കേളും ഡെൽ ക്രോസ് സി, ഡെൽ ഡോട്ട് ടി, ഇത് രണ്ടും ഡിഫൈൻ ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആണോ? അല്ലെങ്കിൽ ഡൈവർജൻസും കേളും മാഗ്നറ്റിക് ഫീൽഡിന് ഡിഫൈൻ ചെയ്താൽ അത് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആണോ? അത് അങ്ങനെയാണെന്ന് ഉറപ്പ് തരുന്നൊരു തിയറാണ് ഹെൽംഹോൾട്സ് തിയറം. എ തിയറം വിച്ച് ഗ്യാരണ്ടീസ് ദ ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഈസ് യുണീക്ലി ഡിറ്റർമിൻഡ് ബൈ ദി ഡൈവർജൻസ് ആൻഡ് കേൾ. കാരണം സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് and suppose we know del dot f, അതിൻ്റെ ഡൈവർജൻസ് ഒരു ഡി ആണെന്ന് വിചാരിക്കുക, ഡി അറിയാമെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കേള് ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു സി എന്നുള്ളൊരു വെക്റ്റർ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡിയും സിയും നമുക്കറിയാമെങ്കിൽ നമുക്ക് എഫ് നമുക്ക് കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് രണ്ടും ഡിഫൈൻ ചെയ്താൽ അത് മതിയോ എന്നുള്ളതാണ് ചോദ്യം. കാരണം മാക്സ്വെല്ലിൻ്റെ ഇക്വേഷനിൽ ഡെൽ ഡോട്ട് ഇ, ഡെൽ ക്രോസ് ബി, ഡെൽ ക്രോസ് സി, അല്ലെങ്കിൽ 4 ഇക്വേഷനാണ്, ഓരോന്നിനും 2 ഇക്വേഷൻ വെച്ചിട്ടാണ്. അങ്ങനെ ഡിഫൈൻ ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് കംപ്ലീറ്റ് ആയോ, മാഗ്നറ്റിക് ഫീൽഡ് ഡെഫിനിഷൻ കംപ്ലീറ്റ് ആയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ എല്ലാ കേസിലും അങ്ങനെ ആയിക്കോളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഈ ഡൈവർജൻസും കേളും 0 ആവുന്ന ഫീൽഡുകൾ കാണാം. ഒരു എക്സാമ്പിളാണ് എഫ് ഈസ് ഈക്വൽ ടു വൈ സെഡ് എക്സ് ക്യാപ് പ്ലസ് 2xy ക്യാപ് പ്ലസ് xyz ക്യാപ്. ഈ ഫംഗ്ഷൻ്റെ ഡൈവർജൻസും കേളും നിങ്ങൾ വാല്യൂറ്റ് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും 0 ആണെന്ന് കാണാം. ഡെൽ ഡോട്ട് എഫ് ഈസ് ഈക്വൽ ടു 0, ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഫ് കണ്ടുപിടിക്കാൻ പറ്റുക? സിയും ഡിയും അറിയാമെങ്കിൽ എഫ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ സ്പെഷ്യൽ കേസിൽ രണ്ടും 0 ആണ്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ജനറലി ഈ 2 കാര്യങ്ങൾ ഡിഫൈൻ ചെയ്താൽ നമുക്ക് ഫീൽഡ് ഈ എഫ് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇനി എന്തും കൂടിയാണ് വേണ്ടത്? ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ നമുക്കിതിനെ സോൾവ് ചെയ്യാം. ഈ 2 ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അത് ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. അപ്പോൾ ആ ബൗണ്ടറി കണ്ടീഷൻസ് കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. പക്ഷേ ഇത് നമ്മുടെ കേസിൽ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കേസിൽ നമുക്കറിയാം ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 Q1 Q2/r² ആണ്. മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ r² പ്രൊപ്പോർഷണലാണ്. സോ r ടെൻസ് ടു ഇൻഫിനിറ്റി, ദിസ് ഫീൽഡ്സ് E ആൻഡ് B ടെൻസ് ടു 0. ഇൻഫിനിറ്റിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു മാഗ്നറ്റ് വെച്ചാൽ കുറേ സ്ഥലത്തേക്ക് നീങ്ങി നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഓൾമോസ്റ്റ് 0 ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ചാർജ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ ദൂരം പോയി നോക്കുകയാണെങ്കിൽ അവിടെ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡും 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് ഫിസിക്സിൻ്റെ എല്ലാ പ്രോബ്ലത്തിലും ഉപയോഗിക്കാം. ഇൻഫിനിറ്റിയിൽ ഫീൽഡുകൾ 0 ആയിരിക്കും, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും 0 ആയിരിക്കും. അപ്പോൾ ഈ ബൗണ്ടറി കണ്ടീഷനും കൂടി ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു തിയറാണ് ഹെൽംഹോൾട്സ് തിയറം. അതിൻ്റെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഇത് നമ്മളെപ്പോഴും ഉപയോഗിക്കും, ഈ ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിക്കും. ഈ 2 ഇക്വേഷൻ മാത്രം, ഡൈവർജൻസും കേളും മാത്രം ഡിഫൈൻ ചെയ്താൽ അത് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആണെന്നാണ് അതിൻ്റെ പ്രൂഫാണ് ഹെൽംഹോൾട്സ് തിയറം. അല്ലെങ്കിൽ അത് ഗ്യാരണ്ടി ചെയ്യുന്നത് ഹെൽംഹോൾട്സ് തിയറം വെച്ചിട്ടാണ് നമ്മളതിന് ഗ്യാരണ്ടി ചെയ്യുന്നത്.